കടുത്തുരുത്തി വലിയ പാലത്തിലെ കാട് കയറി നടപ്പാത കേരള ഇലക്ട്രിക്കൽസ് ആൻഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കടുത്തുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചു. കടുത്തുരുത്തി ടൗണിൽ വലിയ പാലത്തിന്റെ നടപ്പാതയിലാണ് വളർന്നു പന്തടിച്ച് കാടും പള്ളയും യാത്രക്കാർക്ക് ദുരിതമായിരുന്നു. നടപ്പാതയുടെ ഇരുവശവും പുല്ല് വളർന്നു നിൽക്കുകയായിരുന്നു. നടപ്പാതയുടെ വശത്തെ കമ്പിവേലിയിലും കാട് വളർന്ന നിലയിലായിരുന്നു. അധികൃതർ ശുചീകരണം നടത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ ശ്രമദാനം എന്ന നിലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടിറങ്ങിയത്. കടുത്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിക്കൽ വയർമാൻസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി ടൗണിലുള്ള വലിയ പാലത്തിന്റെ നടപ്പാത ഇരുവശവും കാട് കയറി കിടന്നത് പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു. പാമ്പൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഇതിനു മുന്നത്തെ പ്രാവശ്യം അവർ തന്നെയാണ് അവരുടെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ക്ലീൻ ചെയ്ത് തന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് ബൈജു വർഗീസ്, സെക്രട്ടറി ഗോപകുമാർ ഇ ടി, ബൈജു മാത്യു, ജോർജ് തോമസ്, ജോസ് വഞ്ചിപ്പുര, രാജു എം, അഭിലാഷ് എം ടി, സാബു കെ പി, സാബു പി പി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.